അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വേദിയിലും സദസ്സിലുമുള്ള ഏറെ പ്രിയങ്കരായ അതിഥികളെ, സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ ദൈവികമാണ് എന്നവകാശപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ്. ഖുർആൻ ദൈവികമാണ് എന്നതിന് കാലങ്ങൾ ഒരുപാടായിട്ടും അതിന് ഉപോത്ബലകമായ അതിനെ ആ രീതിയിൽ തന്നെ സത്യപ്പെടുത്തുന്ന ഒരുപാട് നിദർശനങ്ങളാണ് കടന്നു വന്നിട്ടുള്ളത്. ദൈവികമായൊരു ഗ്രന്ഥം എന്നതുകൊണ്ട് തന്നെ ഏത് കാലത്ത് ജീവിക്കേണ്ടുന്ന ആളുകൾക്കും അവരുടെ ജീവിതത്തിൽ ഉപകാരപ്പെടേണ്ടുന്ന നിർദ്ദേശങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നു എന്നതുകൊണ്ട് അത് അവതീർണമായ കാലം എന്നത് അത്രയധികം പ്രസക്തമല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഒരുപക്ഷെ അത് 1400 വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ ഇറങ്ങാൻ ഒരു കാരണമായി തെരഞ്ഞെടുത്തിട്ടുണ്ടാകുക ആ കാലഘട്ടത്തിലെ തിന്മകൾ, സാമൂഹിക ദുരാചാരങ്ങൾ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തി നിന്ന ഒരു സമയത്ത് അതിനെ തിരുത്തിക്കൊണ്ട് പുതിയൊരു ലോകക്രമം, ഒരു നന്മയുടെ വഴി വെട്ടിത്തെളിക്കേണ്ടത് അനിവാര്യമായതുകൊണ്ട് ആ ഒരു കാലം തെരഞ്ഞെടുത്തതായിരിക്കാം. അതിലപ്പുറം അതിറങ്ങിയ ഭാഷ ഏറ്റവും സമ്പന്നമായ ഭാഷയുടെ വളർച്ചയുടെ പൂർണ്ണതയിലുണ്ടായിരുന്ന ഒരു കാലത്ത് അത് അവതരിച്ചു എന്നതും ആ ഒരു കാലത്തിൻ്റെ അവതരണ പശ്ചാത്തലമായി നമുക്ക് കണക്കാക്കാം. അതിലപ്പുറം ദൈവികമായ ഒരു ഗ്രന്ഥം ആയതുകൊണ്ട് തന്നെ അതിനെ എല്ലാ കാലത്തേക്കുമുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുക എന്നത് തന്നെയാണ് അതിലെ വചനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത്. ഖുർആനിൻ്റെ മറ്റൊരു പ്രത്യേകത അത് വായിക്കുന്ന ഓരോ വായനക്കാരനോടും വ്യത്യസ്ത തലത്തിൽ സംവദിക്കുന്നു എന്നുള്ളതാണ്. ഒരു അധ്യാപകൻ വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതവൃത്തിയും ലോകപരിചയവും ചുറ്റുപാടും അദ്ദേഹത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള ആശയങ്ങളെയും അടിസ്ഥാനമാക്കിക്കൊണ്ട് അദ്ദേഹത്തോട് സംവദിക്കുന്ന ഖുർആൻ ഒരു കർഷകൻ വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലോകത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. അങ്ങനെ വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ളവർ, വ്യത്യസ്ത തലങ്ങളിൽ അറിവ് സ്വായത്തമാക്കിയിട്ടുള്ളവർ, ഇവരോടൊക്കെ അവരുടെ തലങ്ങളിൽ നിന്ന് സംവദിക്കാൻ ശേഷിയുള്ള ഒരു അഭൂതപൂർവമായ ഒരു ഗ്രന്ഥമാകുന്നു എന്നതുകൊണ്ടാണ് കാലാകാലങ്ങളിൽ ഖുർആനിന് വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ആശയങ്ങളിലെ ദുർഗ്രാഹ്യത കൊണ്ടോ അതിലെ കെട്ടിക്കുടുക്കുകളോ കൊണ്ടല്ല, അത് വായിക്കുന്ന വായനക്കാരന് അനുഭവപ്പെടുന്ന വ്യത്യസ്തമായൊരു ആശയലോകം, അവൻ്റെ മുന്നിൽ തുറന്നു വെക്കപ്പെടുന്ന പുതിയ വാതായനങ്ങൾ, അത് അത്തരത്തിലുള്ള തനിക്ക് പകർന്നു കിട്ടിയ അറിവിനെ തൻ്റെ ഭാഷയിൽ വ്യാഖ്യാനിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായതാണ് കാലങ്ങളായി ഖുർആനിന് വ്യാഖ്യാനങ്ങൾ പല രീതിയിൽ കടന്നു വരാനുള്ള ഒരു കാരണം. അത് ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ ടെക്നോളജികൾ വികസിച്ചു വരുമ്പോൾ ആ പുതിയ കാലത്തിൽ നിന്നുകൊണ്ട് പുതിയ ടെക്നോളജിയുടെ തലത്തിൽ നിന്ന് ഒരു ഖുർആനിനെ വായിക്കുന്ന ഒരാൾ 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് വായിക്കുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടായിരിക്കും വായിക്കുക. കാഴ്ചപ്പാടിൽ തന്നെ ഒരുപാട് സമൂലമായ മാറ്റം ഉണ്ടാകും. ആ മാറ്റങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ കാലങ്ങളിലും ഖുർആനിന് അതിൻ്റെതായ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ കടന്നു വരും എന്നത് നിസ്സംശയം പറയാം. അത് ഖുർആൻ എന്ന ഒരു ദൈവിക ഗ്രന്ഥത്തിൻ്റെ പ്രസക്തിയാണ്. അത് അത്തരത്തിൽ സംവേദിക്കുന്ന ഒരു ഗ്രന്ഥമാകുന്നു എന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അത്തരത്തിൽ മികച്ച ഒരു ആശയാവിഷ്കാരം ഖുർആനിന് ഇറക്കിയ വായനാ ബുക്സിൻ്റെ അണിയറ പ്രവർത്തകരെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഇതുപോലെ ഉള്ള പുതിയ ആശയങ്ങളിലൂടെ ഖുർആനിക ആശയങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന അവസരങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.